Hello everyone, welcome to the English Echo. So today we are going to discuss the chapter Conversation between Gandhi and Srinarayana Guru. 1925 കേരളത്തിലെ ശിവഗിരി മഠത്തിൽ വെച്ച് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടത്തിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നോക്കാനുള്ളത്. മഹാത്മാഗാന്ധി, one of the greatest leader of India's freedom movement, and അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സത്യത്തിലും അഹിംസയിലും അതുപോലെ തന്നെ സത്യാഗ്രഹത്തിലുമായിരുന്നു. ശ്രീനാരായണ ഗുരു ആവട്ടെ കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിന് എതിരായിരുന്നു. അതായത് പണ്ട് കാലത്ത് ഈ സവർണർ അവർണർ എന്നുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു. ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ കാണുന്നതോ അവരെ തൊടുന്നതോ പോലും തെറ്റായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. അമ്പലങ്ങളിൽ ഉയർന്ന ജാതിയിലുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെയുള്ള റോഡിൽ കൂടെ പോലും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ നടക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നിയമം. അങ്ങനെയിരിക്കെ അതിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മെസ്സേജ് പോലും അങ്ങനെയാണ്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത്. ഗാന്ധി 1925 ശിവഗിരി മഠത്തിൽ എത്തിച്ചേരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ആ സമയത്തായിരുന്നു വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അതിൽ പങ്കെടുക്കാനെത്തിയ ഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കാണുകയും ഇവർ തമ്മിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഡിവോട്ടിയായിട്ടുള്ള ഭക്തനായിട്ടുള്ള MK ഗോവിന്ദദാസ് ശ്രീനാരായണ ഗുരുവിന് ഒരു ഡൊണേഷനായിട്ട് നൽകിയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്നായിരുന്നു ഇവരുടെ കോൺവെർസേഷൻസ്. പിൽക്കാലത്ത് അത് ഗാന്ധി ആശ്രം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ഇവർ, അതായത് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും സംസാരിക്കുന്നത് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയെ പറ്റിയിട്ടും വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടും അഹിംസയെ പറ്റിയിട്ടും മതത്തെ പറ്റിയിട്ടും കൺവേർഷനെ പറ്റിയിട്ടും, അതായത് ഒരു മതത്തിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഫ്രീഡം കിട്ടാതെ വരുന്ന സമയത്ത് അവർ മറ്റുള്ള മതങ്ങളിലേക്ക് കൺവേർട്ട് ആവുന്നതിനെ പറ്റിയിട്ടും സ്പിരിച്വൽ ഫ്രീഡത്തെ പറ്റിയിട്ടൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. ഗാന്ധിക്കും ശ്രീനാരായണ ഗുരുവിനും കോമൺ ആയിട്ടുള്ള ലാംഗ്വേജുകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഗാന്ധിക്ക് ഹിന്ദിയാണ് അറിയുക, ശ്രീനാരായണ ഗുരുവിന് സംസ്കൃതമാണ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അഭാവത്തിൽ N. കുമാരൻ, അദ്ദേഹം ഒരു വക്കീലാണ്, അദ്ദേഹമാണ് ഇവരുടെ ഇടയിൽ ട്രാൻസ്ലേറ്ററായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത്. ഈ ഒരു മീറ്റിംഗ് എല്ലായിടത്തും ഒരു വൈഡ് സ്പ്രെഡ് അറ്റൻഷനായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും നേടിക്കൊടുത്തത്. ഒരുപാട് കാര്യങ്ങൾ ഗാന്ധിക്ക് ശ്രീനാരായണ ഗുരുവിനോട് ചോദിക്കാനുണ്ടായിരുന്നു. അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടിയാണ് ശ്രീനാരായണ ഗുരു ഗാന്ധിജിക്ക് നൽകിയത്. ഗാന്ധിജി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന കാര്യം, ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ തൊടാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ ഏതെങ്കിലും ഹിന്ദു സ്ക്രിപ്ചേഴ്സിൽ, അതായത് ഏതെങ്കിലും ദേവപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ ഗുരു പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹം അത് ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവർ സംസാരിക്കുന്നത് മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റീസ്, അതായത് താഴ്ന്ന ജാതിയിലുള്ള ദളിതന്മാരായിട്ടുള്ള ആളുകളുടെ ആ കമ്മ്യൂണിറ്റീസിനെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് ഗാന്ധിജി ചോദിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ശ്രീനാരായണ ഗുരു നൽകുന്നത്. വിദ്യാഭ്യാസത്തിലൂടെയും അതുപോലെ തന്നെ വെൽത്തിലൂടെയും മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സമൂഹത്തിൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, അതായത് ഉയർച്ചയുണ്ടാകുള്ളൂ എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. ശേഷം ഗാന്ധി ചോദിക്കുവാണ്, എല്ലാവരും പറയുന്നു നോൺ വയലൻസ്, അതായത് അഹിംസയിലൂടെ ഒരു കാലത്തും ഒരു സാധനങ്ങളും നേടാൻ പറ്റില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ശ്രീനാരായണ ഗുരുവിനോട് ചോദിക്കുന്നു. നാരായണ ഗുരു പറയുവാണ്, എനിക്കതിൽ യാതൊരു വിശ്വാസവുമില്ല. ഫോഴ്സ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്, നേടിയെടുക്കേണ്ടത് എന്നുള്ള കാര്യം ശ്രീനാരായണ ഗുരു തിരിച്ച് ഉത്തരം കൊടുക്കുന്നു. അതിനുശേഷം ഗാന്ധിജി ചോദിക്കുവാണ്, ആളുകൾ കൺവേർഷനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ,
അല്ലെങ്കിൽ കൺവേർഷൻ നടന്നു കഴിയുന്ന സമയത്ത്, അതായത് ഒരു മതത്തിൽ നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ ഹിന്ദു മതത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഫ്രീഡം ഇല്ല, അവർക്ക് സ്വാതന്ത്ര്യമില്ല ഒരു കാര്യം ചെയ്യാനായിട്ടും. അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും വേറെ മതം സ്വീകരിച്ച് അതിൽ ചേരും. അപ്പം അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ഗാന്ധി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു പറയുവാണ്, ചേരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവർക്ക് സ്പിരിച്വൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സാൽവേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം നമ്മുടെ ഈ ഒരു ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതെയാകണം എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. ഈ ഒരു കോൺവെർസേഷൻ അവസാനിക്കുന്ന സമയത്ത് ഗാന്ധി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അമ്പലത്തിൽ എല്ലാവർക്കും കയറാനുള്ള അവകാശം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം ശ്രീനാരായണ ഗുരു പറയുവാണ്, എൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് സവർണരില്ല, അവർണരായിട്ടുള്ള ആളുകളില്ല, എല്ലാവർക്കും ഒരുപോലത്തെ വിദ്യാഭ്യാസവും ഒരുപോലത്തെ രീതികളുമാണ് ഇവിടെ പിന്തുടർന്നു വരുന്നത് എന്നുള്ളത്. ഇത് കേട്ട സമയത്ത് ഗാന്ധിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരികയും ഈ ഒരു കോൺവെർസേഷൻ ഭയങ്കര ഒപ്റ്റിമിസത്തോട് കൂടിയിട്ട്, അതായത് ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവസാനിക്കുകയും ചെയ്യുന്നത്. ഗാന്ധി അതായത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലയളവിൽ തന്നെ ഈ തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി ലോകത്ത് തന്നെ ഇല്ലാതെയാവണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരു പറയുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, അത് താഴ്ന്ന ജാതിയിൽപ്പെട്ടുള്ള ആളുകളാണെങ്കിലും ദളിതന്മാരായിട്ടുള്ള ആളുകളാണെങ്കിലും ആരാണോ മാർജിനലൈസ്ഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നത്, അവർക്ക് എന്ത് ചെയ്യണം, അവരെ മുന്നോട്ട് വരണം സമൂഹത്തിൽ. അങ്ങനെ മുന്നോട്ട് വന്നെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ നൽകണം എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞു വയ്ക്കുന്നത്. ഈ കോൺവെർസേഷൻ്റെ ചെറിയൊരു ഭാഗം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഗാന്ധി ചോദിക്കുന്നുണ്ട്, ഈസ് അൺടച്ചബിലിറ്റി റിട്ടൺ ഇൻ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് എന്ന്, അതായത് ഏതെങ്കിലും ഒരു ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു ദൈവപുസ്തകത്തിൽ ഈ ഒരു അൺടച്ചബിലിറ്റി പാടില്ല എന്നുള്ള കാര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നാരായണ ഗുരു പറയുവാണ്, ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സാധനം എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളത്. ശേഷം ഗാന്ധി ചോദിക്കുന്നത്, ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, അതായത് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയാണ് നന്നാക്കാൻ വേണ്ടി പറ്റുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഗുരു പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെയും അതുപോലെ തന്നെ വെൽത്തിൽ കൂടെയുമാണ് അത് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ശേഷം ഗാന്ധി ചോദിക്കുന്നത്, ഈസ് വയലൻസ് നെസസറി ടു ഫൈറ്റ് ഇൻജസ്റ്റിസ്, അതായത് അനീതി കാണുന്ന സമയത്ത് നമ്മളത് വയലൻസ് കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം നാരായണ ഗുരു പറയുവാണ്, വയലൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു കാര്യം നേടിയെടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നു. ഗാന്ധി വീണ്ടും ചോദിക്കുവാണ്, കൺവേർഷൻ, ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറുന്നത് ഫ്രീഡം കിട്ടാൻ നെസസറിയാണോ, സ്വാതന്ത്ര്യം ലഭിക്കാൻ നെസസറിയാണോ, ആവശ്യമുള്ള കാര്യമാണോ എന്ന് ചോദിക്കുന്നു. അപ്പം ശ്രീനാരായണ ഗുരു പറയുവാണ്, അല്ല, ആവശ്യമുള്ള കാര്യമല്ല, പക്ഷേ അവർക്ക് ചിലപ്പം വേൾഡ്ലി ഫ്രീഡം, ചിലപ്പോൾ അവർക്ക് ഫ്രീഡം കിട്ടിയെന്ന് വരും, പക്ഷേ സ്പിരിച്വൽ സാൽവേഷന് അത് മാത്രം പോരാ എന്ന് പറയുന്നു. ഗാന്ധി ലാസ്റ്റ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ അമ്പലത്തിൽ എല്ലാവർക്കും കയറാനുള്ള, അതായത് എല്ലാ ജാതിയിലും പെട്ടിട്ടുള്ള ആളുകൾക്ക് കയറാനുള്ള അവസരമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു പറയുകയാണ്, എല്ലാവർക്കും എൻ്റെ അമ്പലത്തിലെ റിച്വൽസിൽ, അതായത് പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അകത്ത് പ്രവേശിക്കാനുമുള്ള അനുവാദം എല്ലാവർക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് അൺടച്ചബിലിറ്റിനെ പറ്റിയിട്ടും തൊട്ടുകൂടായ്മേനെ പറ്റിയിട്ടും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ടും എങ്ങനെയാണ് ആ മാർജിനലൈസേഷൻ ഇല്ലാണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും, അതുപോലെ തന്നെ കൺവേർഷൻ എന്ന് പറയുന്ന കാര്യം ആളുകൾക്ക് ഫ്രീഡം നേടിക്കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും, ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്പലത്തിൽ എല്ലാ മതത്തിലും പെട്ടിട്ടുള്ള ആളുകൾക്ക് കയറാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.